കോതമംഗലം കുട്ടമ്പുഴയിൽ കാട്ടാന കിണറ്റിൽ വീണു. കുട്ടമ്പുഴ കൂവപ്പാറയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം. ആനയെ കിണറ്റിൽ നിന്ന് കരകയറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. തിയോഫിനുണ്ട്. തിയോഫിൻ, കുട്ടിയാന കാട്ടാന ഇപ്പോൾ കിണറ്റിൽ വീണ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് നടക്കുന്നത്? മനു, ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കോതമംഗലം കുട്ടമ്പുഴയിൽ കൂവപ്പാറയിലാണ്. കൂവപ്പാറ സ്വദേശിയുടെ വീടിന്റെ സമീപം തന്നെ, ആ വീടിന്റെ പുരയിടത്തിൽ ഉള്ള ഒരു കിണറ്റിലാണ് ഇന്ന് പുലർച്ചെ ആന വീണത്. പെട്ടെന്ന് തന്നെ ഇവർ നാട്ടുകാരും വിവരം അറിഞ്ഞു, വനംവകുപ്പിന് വിവരം അറിയിച്ചിട്ടുണ്ട്. വനംവകുപ്പും RRT സംഘവും സ്ഥലത്തെത്തി JCB ഉൾപ്പെടെ കൊണ്ടുവന്ന ഈ കിണറിന്റെ ഒരു വശം മണ്ണ് മാറ്റി ആനയെ കരയ്ക്ക് കയറ്റി വിടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഉടൻ തന്നെ ആനയെ കരകയറ്റി വിടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഒരുപാട് താഴ്ചയുള്ള കിണറല്ല, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാവും. പക്ഷേ ഈ സംഭവത്തിൽ നാട്ടുകാർക്കിടയിൽ ചില പ്രതിഷേധം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ആന ഇടയ്ക്കിടെ ഇറങ്ങുന്നത് ഒക്കെ പതിവായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കോതമംഗലം സ്വദേശിയായ ഒരാളെ ആന ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. ഒരു പൊതുപ്രവർത്തകനെയാണ് പെട്ടെന്ന് തന്നെ ആന ആക്രമിക്കാൻ ശ്രമിച്ചത്. പക്ഷേ രക്ഷപ്പെട്ടു ഭാഗ്യത്തിന്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം. കാരണം ഏറെ നാളായി ഈ കോതമംഗലം മേഖലയിൽ ആനകൾ പ്രത്യേകിച്ച് വീട് പരിസരങ്ങളിലേക്ക്, ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ഒരു ചെറിയ പ്രതിഷേധവും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ആനയെ ഇത്തരത്തിൽ പിടിക്കുന്ന ആനയെ മയക്കുടി വെച്ച് പിടിക്കണം എന്ന ആവശ്യം ചിലർ ഉന്നയിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ കാട്ടിലേക്ക് കയറ്റിവിടാറാണ് പതിവ്, അത് പോരാ എന്ന ആവശ്യം കൂടി ചിലർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ആനയെ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് RRT പ്രവർത്തകരും വനംവകുപ്പും. അപ്പോൾ ഇത് പതിവാണ് ഈ പ്രദേശങ്ങളിൽ കാട്ടാനയുടെ ശല്യമല്ലേ? മനു, അതായത് കുറച്ചു നാളായി കോതമംഗലം പ്രദേശത്ത് തന്നെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവായിട്ടുണ്ട്. ഇടയ്ക്കിടെ ആളുകൾക്ക് നേരെ ആനയുടെ ആക്രമണവും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് കൂടുതൽ പ്രതിഷേധം ഉണ്ടാകുന്നത്. നമുക്കറിയാം, കുറച്ചു ദിവസം മുമ്പ് വലിയ പ്രതിഷേധം കോതമംഗലം മേഖലയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആളുകൾക്ക് പ്രതിഷേധമുണ്ട്. ഒരു പക്ഷേ പ്രതിഷേധം പരസ്യമായി തന്നെ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആനയെ കരകയറ്റുന്നതിന് ഏകദേശം അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നു അല്ലേ? മനു, തീർച്ചയായും. അതായത് ആനയെ ഉടൻ തന്നെ കരകയറ്റും എന്നാണ് RRT പ്രവർത്തകർ പറയുന്നത്. അതിനുള്ളൊരു വലിയ പ്രയാസമില്ല ഈ കിണറിന്. അധികം താഴ്ചയില്ലാത്ത കിണറായതുകൊണ്ട് തന്നെ ഒരു വശം മണ്ണ് മാറ്റി കഴിഞ്ഞ് ആനയെ കയറ്റിവിടാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് രക്ഷാപ്രവർത്തനം പൂർത്തിയാകുമെന്നാണ് ഈ RRT സംഘം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഉടൻ തന്നെ ആനയെ കരകയറ്റി വിടാൻ കഴിയും. മനു, ശരി തിയോഫിന്, ഏതായാലും ആനയെ കരകയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. കുട്ടമ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം പതിവാണ് എന്നാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപമെന്ന് പറയുന്നത്. നാട്ടുകാർക്ക് അതിൽ വലിയ പ്രതിഷേധവുമുണ്ട്. വനം വകുപ്പിനെതിരെ വിവരങ്ങളാണ് ഇപ്പോൾ തിയോഫിൻ നൽകിയത്.